പാലത്തായി പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട ബി.ജെ.പി. നേതാവ് പത്മരാജന് പരോൾ നീട്ടി നൽകി. സഹോദരി മരിച്ചതിനെ തുടർന്ന് ജയിൽ സൂപ്രണ്ട് 3 ദിവസം പരോൾ നൽകിയിരുന്നു. ഈ പരോളാണ് ഇപ്പോൾ മാർച്ച് 3 വരെ നീട്ടിയിരിക്കുന്നത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അജീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, കഴിഞ്ഞ നവംബർ 15-നാണ് 80 വയസ്സുകാരിയെ സ്കൂൾ വിദ്യാർത്ഥി പീഡിപ്പിച്ചെന്ന കേസിൽ ബി.ജെ.പി. നേതാവായിട്ടുള്ള കെ പത്മരാജനെ പോക്സോ കോടതി, അതിവേഗ പോക്സോ കോടതി ജീവനാനന്തം വരെ തടവിന് ശിക്ഷിച്ചത്. ഈ ശിക്ഷ കഴിഞ്ഞ് ഇപ്പോൾ ശിക്ഷ അനുഭവിക്കാൻ തുടങ്ങി 3 മാസം പിന്നിടുമ്പോഴാണ് ഫെബ്രുവരി 3-ന് ഇയാൾക്ക് ആദ്യമായി പരോൾ ലഭിക്കുന്നത്. 3 ദിവസത്തെ അടിയന്തര പരോളായിരുന്നു ആദ്യം ജയിൽ സൂപ്രണ്ട് നൽകിയിരുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരി മരിച്ചതിന് തുടർന്നായിരുന്നു അടിയന്തര പരോൾ ആവശ്യപ്പെട്ടതും 3 ദിവസത്തെ പരോൾ നൽകിയതും. പിന്നീട് അദ്ദേഹം ഈ ജയിൽ DGP-ക്ക് ഒരു അപേക്ഷ നൽകിയതിനെ തുടർന്ന് വീണ്ടും 12 ദിവസം പരോൾ നീട്ടി നൽകുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ഹോം സെക്രട്ടറിക്ക് നൽകിയ അപേക്ഷയെ തുടർന്നാണ് വീണ്ടും 15 ദിവസം കൂടി പരോൾ നീട്ടി നൽകിയത്. അങ്ങനെ ഇപ്പോൾ മാർച്ച് 3 വരെയാണ് ഇപ്പോൾ അടുത്ത പരോൾ കാലാവധി ഉള്ളത്. ഏതാണ്ട് 1 മാസത്തോളമാണ് ഈ പരോൾ കാലാവധി നിലവിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഈ ഗുരുതരമായിട്ടുള്ള കുറ്റം ചുമത്തപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടവർക്ക് ഈ അടിയന്തരമായ ആവശ്യത്തിന് ഒഴികെ പരോൾ അനുവദിക്കരുത് എന്നുള്ള ഒരു ചട്ടമുണ്ട്. ചട്ടം 397 പ്രകാരം ഈ ഗുരുതരമായ ബലാത്സംഗമടക്കമുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് പരോൾ അനുവദിക്കരുത് എന്നുണ്ട്. പക്ഷേ അടിയന്തരമായ ഘട്ടങ്ങളിൽ ജയിൽ സൂപ്രണ്ടിന് അനുവദിക്കാം. പക്ഷെ അത് 3 ദിവസം മാത്രമാണ്. എന്നാൽ അദ്ദേഹം കൂടുതൽ അപേക്ഷ നൽകിയപ്പോഴാണ് സർക്കാരിന്റെ ഹോം സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പരോൾ അനുവദിച്ചിട്ടുള്ളത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.